ബാലരാമപുരത്തെ ഓണത്തിരക്കുമായി ബന്ധപ്പെട്ട് ബാലരാമപുരം വ്യാപാരി ഭവനിൽ സിഐ സന്തോഷ് കുമാർ, എസ്ഐ ദീപു, ഗ്രേഡ് എസ്ഐ സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉന്നതതല ചർച്ച നടന്നു. യോഗത്തിൽ ബാലരാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. ശീല, മറ്റ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, ഓട്ടോ ഡ്രൈവേഴ്സ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ബാലരാമപുരത്ത് ഈ വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് രൂപപ്പെട്ടിട്ടുള്ള വൻ ജനത്തിരക്ക് കണക്കിലെടുത്ത് ഗതാഗത സംവിധാനങ്ങളിൽ കർശന പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓണാഘോഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ചേർന്ന സംയുക്ത യോഗത്തിലാണ് പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാത്ത യാത്രാ സൗകര്യം ഒരുക്കുന്നതിനുള്ള നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ട്രാഫിക് നിയന്ത്രണങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും ട്രാഫിക് വാർഡന്മാരുടെയും നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കേണ്ടതാണ്. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര, കാട്ടാക്കട ഭാഗങ്ങളിലേക്കുള്ള ബസ് സ്റ്റോപ്പുകൾ തിരക്ക് കണക്കിലെടുത്ത് അല്പം കൂടി മുന്നിലേക്ക് മാറ്റി സ്ഥാപിക്കും. പുതിയ സ്റ്റോപ്പുകൾ നിലവിൽ വരുന്നിടത്ത് കൃത്യമായ ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. കൂടാതെ പഞ്ചായത്തിന്റെയും മറ്റ് അധികാരികളുടെയും നേതൃത്വത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പാർക്കിംഗ് ഏരിയകൾ വ്യക്തമാക്കുന്ന സൈൻ ബോർഡുകളും പ്രദേശത്ത് സ്ഥാപിക്കും. ബാലരാമപുരം ജംഗ്ഷനിലും മറ്റു പ്രധാന ഭാഗങ്ങളിലുമായി ഗ്രാമപഞ്ചായത്തിന്റെയും പോലീസ് സ്റ്റേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 10 പുതിയ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കും. ഓട്ടോറിക്ഷ ഗതാഗതത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാട്ടാക്കട ഭാഗത്തേക്കുള്ള ഓട്ടോ സ്റ്റാൻഡ് പാലാഴി ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. യോഗത്തിൽ നിന്ന് ഉണ്ടായ തീരുമാനം കൃത്യമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും പാർക്കിംഗ് ഗ്രൗണ്ടുകൾ പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ കൃത്യമായിട്ടും വാഹനങ്ങൾ പാർക്ക് ചെയ്യുക. അങ്ങനെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ കൃത്യമായിട്ടും വാഹനം പാർക്ക് ചെയ്താൽ നമുക്ക് ഈ ബാലരാമപുരത്തെ ട്രാഫിക് കൺജക്ഷൻ ഒഴിവാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാനും ഓണത്തിൻ്റെ തിരക്ക് ഒഴിവാക്കാനും പറ്റും. അതുകൊണ്ട് എല്ലാ ജനങ്ങളും സഹകരിക്കുക, എല്ലാ വാഹന ഉടമകളും വാഹനം ഓടിക്കുന്ന ആൾക്കാരും സഹകരിക്കുക. കൃത്യമായിട്ടും പോലീസും പഞ്ചായത്തും നിർദ്ദേശിക്കുന്ന തരത്തിൽ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യുക. ഒരു കാരണവശാലും റോഡ് അരുവയോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിലോ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ഒരേ സമയം 2 ഓട്ടോകൾ മാത്രമേ ഉണ്ടാകാവൂ എന്നും വിഴിഞ്ഞം റോഡിലെ ഓട്ടോ സ്റ്റാൻഡ് ഭാഗത്ത് ഒരു സമയം 1 ഓട്ടോ മാത്രമേ ഉണ്ടായിരിക്കാവൂ എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. GTV ന്യൂസ്, ബാലരാമപുരം.